നോർത്ത് പറവൂർ കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടികയറി. ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സുന്ദരങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. ഈ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റുമാരെയും മറ്റു പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും ഈ പ്രദേശത്തെയും അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ കൊടികയറ്റുകയും ദിവബലിക്ക് മുഖ്യ കാർമ്മികനാവുകയും ചെയ്തു. കൊച്ചു കാര്യങ്ങളിലൂടെ വിശുദ്ധിയിലേക്ക് എങ്ങനെ നടന്നു കയറാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധയാണ്. ഒരാളുടെ ജീവിതത്തെ അളക്കേണ്ടത് അയാൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. 24 വർഷം മാത്രം അല്ലെങ്കിൽ 24 വയസ്സുവരെ മാത്രം ജീവിച്ച വിശുദ്ധ. പക്ഷേ ആഗോള സഭയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിക്കാൻ തക്കവിധം മിഷന് വേണ്ടി തന്റെ ജീവിതത്തെയും ത്യാഗങ്ങളെയും ഒക്കെ സമർപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അതുകൊണ്ട് തന്നെ ആഗോള സഭയിലെ മിഷണറി പ്രവർത്തനങ്ങളുടെ എല്ലാം മധ്യസ്ഥയായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പം വിശുദ്ധ വണങ്ങപ്പെടുന്നു. KRLCBC അസോസിയേറ്റ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജിജു ജോർജ് അർക്കത്തറ വചനപ്രഘോഷണം നടത്തി. അതിജീവനത്തിന്റെ പ്രതിരോധം തീർത്തവർ, അതിജീവനത്തിന്റെ കരുത്തായി അധിനിവേശങ്ങളെ ചെറുത്തു നിന്നവർ, കേവലം 24 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി എപ്രകാരമുള്ള അധിനിവേശങ്ങളെയാണ് അഭിമുഖീകരിച്ചത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, 1873 ജനുവരി 2-ാം തീയതി ഭൂജാതയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി. കുറെ കാര്യങ്ങൾ ആമുഖത്തിൽ നമ്മുടെ മോൺസിഞ്ഞോർ കുടുംബത്തെ പറ്റിയും കുടുംബാംഗങ്ങളെ പറ്റിയും ഒക്കെ സൂചിപ്പിച്ച് ഞാനത് വിശദീകരിക്കുന്നില്ല. 1873 ജനുവരി 2-ാം തീയതി ഭൂജാതയായി 1897 സെപ്റ്റംബർ 30-ാം തീയതി ഇഹലോകവാസം വെടിഞ്ഞ 24 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു യുവതിയെ പറ്റി, ഈ ലോക ജീവിതം സ്വർഗം സ്വന്തമാക്കുവാൻ, നിത്യജീവൻ അവകാശമാക്കുവാനുള്ള ഒരുക്കത്തിന്റെ കാലമാണെന്നുള്ള വിവേകത്തോടെ ജീവിച്ച ഒരു യുവതിയെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ആ യുവതിയുടെ മാധ്യസ്ഥം തേടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒക്ടോബർ 6 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ആഘോഷം. രാവിലെ 9-ന് തിരുനാൾ ദിവബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണം. വൈകിട്ട് നടക്കുന്ന ദിവബലിക്ക് രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ കാർമ്മികനാകും. രാത്രി ഗാനമേളയും നടക്കും. വികാരി ഫാദർ പോൾ കുര്യാപ്പള്ളി, സഹവികാരി ഫാദർ ബിബിൻ മുതലാംപറമ്പിൽ, കൈക്കാരന്മാരായ ആന്റണി ഒറ്റാക്കൽ, തോമസ് തച്ചിലേത്ത്, ജനറൽ കൺവീനർ ആന്റണി ബാബു മുല്ലൂർ, കൺവീനർ അലക്സ് ആന്റണി കൊല്ലമാംപറമ്പിൽ, സെക്രട്ടറി ബിനോയ് ഫ്രാൻസിസ് തൈപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.